എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഇന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് റെഗുലർ മതി. റെഗുലർ റീഡിങ് പെട്ടെന്ന് ചെയ്തു പോകാൻ. സൺഡേ ആണ് അല്ലേ, എല്ലാവർക്കും തിരക്കായിരിക്കും. നാളെ മുതൽ കെൽറ്റിക് ക്രോസ്, ആൽഫബറ്റ് റീഡിങ് ലൈവ് എല്ലാം നോർമലായിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. സമയം ഉണ്ടാക്കി തന്നെ വേണം അല്ലേ. പേഴ്സണൽ റീഡിങ് വളരെ നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇനിയും കുറച്ച് പെൻഡിങ് ഉണ്ട്, അത് ഇന്നത്തോടെ തീർക്കണം എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. വേറെ എന്താണ്, ഓട്ടോ ഡബ്ബിങ്ങിലാണ് വീഡിയോ വരുന്നത് അല്ലേ. പലർക്കും ഓട്ടോ ഡബ്ബിങ് മാറ്റാൻ അറിയില്ല എന്നുണ്ടോ? അറിയില്ലെങ്കിൽ, കാരണം വ്യൂസ് കുറച്ച് എഫക്റ്റ് ആവുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തരാണ്. നമ്മുടെ വീഡിയോ വരുന്നവിടെ മുകളിൽ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ പോലത്തെ സെറ്റിങ്സ് ഉണ്ടാവും വീഡിയോയുടെ മേലെ നോക്കിയാൽ, അല്ലെങ്കിൽ താഴെ ആയിരിക്കും. ചിലർക്ക് സ്ക്രീനിൽ താഴെ ആയിരിക്കും, ഒരു പൂവ് പോലെ ഇരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്താണ്, ഇംഗ്ലീഷ് US ആൻഡ് ഒറിജിനൽ മലയാളം എന്നുണ്ടാവും. ആ മലയാളം ഒറിജിനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും കേട്ടോ. എനിക്കത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അത് എനിക്ക് വർക്ക് ആവുന്നില്ല. നോക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആവുമായിരിക്കും. യൂട്യൂബിൻ്റേതായിട്ടൊരു മനസ്സിലാണ് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ എടുത്ത് ചാടി ധൃതി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അത് ക്ഷമയോടെ പിന്നീടാണ്, കാരണം എനിക്ക് നോക്കുമ്പോൾ എനിക്ക് മലയാളത്തിൽ കാണുള്ളൂ. വേറെ പലരും പറഞ്ഞപ്പോഴാണ് ഓട്ടോ ഡബ്ബിങ് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. എൻ്റെ ക്യാൻഡിൽസ് ഞാൻ മാറ്റി, എനിക്കിപ്പോഴാണ് സമാധാനമായത്. അങ്ങനെ ആ വലിയ ക്യാൻഡിൽ കത്തുന്ന, ഒന്നാമത് കാണാൻ പറ്റുന്ന ഫ്ലെയിം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഐശ്വര്യമില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇന്ന് എനിക്ക് സമാധാനമായി. എനിക്ക് കുറച്ച് കളേഴ്സൊക്കെ വേണം, അപ്പോഴാണ് മനസ്സിനൊരു തൃപ്തി. ഓക്കെ, അപ്പോൾ ചിറ്റാറ്റ് കഴിഞ്ഞു. എന്തിനാണ് ഞാൻ ചിറ്റാറ്റ് ചെയ്യുന്നത് ഞാൻ പറയാറില്ലേ, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാനും ഞാനൊന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് വി ക്യാൻ കണക്ട് പ്രോപ്പർലി അല്ലേ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഇടയ്ക്ക് അറിയാതെ ഇംഗ്ലീഷ് വന്നു പോകുന്നതാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുക, അപ്പോൾ ആ ഒരു രീതിയിൽ ആണ്. വേറെന്താ, തുടങ്ങാം. അപ്പോൾ ഇനി ലേറ്റാക്കുന്നില്ല. 99 പോർട്ടലിൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, പോയി കണ്ടോളൂ കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ ഇടണം വിചാരിച്ചാണ്, ഇന്നലെ വിട്ടുപോയി, ഇന്ന് ഇട്ടിട്ടുണ്ട്, പോയി കണ്ടോളൂ. ഡിവൈൻ പ്ലീസ് ഗൈഡ്, പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ ഇന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവർ ചിന്തിക്കുന്നത് അവരെ പറ്റിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരെ പറ്റി ഓർക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ ഓർക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരെക്കുറിച്ച് ഓർക്കുന്നത്. ഫ്ലെയിം കൂടി വരുന്നു. അയ്യോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ ഓർക്കുന്നുണ്ടോ, ഇപ്പോൾ ഇത് കാണുന്ന നിമിഷം അവർ ഓർക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഓർക്കുന്നത് അവരെക്കുറിച്ച്. ഒരു ഷഫ്ലിംഗ് കൂടി കേട്ടോ. സൈഡിൽ വെച്ച് നോക്കാം കാർഡ്സ്, ചിലത് പ്രശ്നമാണ്. എംപ്രസ്, വേൾഡ്, കിങ് ഓഫ് വാൻഡ്സ്, ടു ഓഫ് കപ്സ്, കൊള്ളാലോ. മാറ്റി വയ്ക്കാട്ടോ, കാരണം ചില കാർഡ്സ് പ്രശ്നമാണ്. ക്വീൻ ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, വെരി ഗുഡ്. 6 ഓഫ് പെൻഡക്കിൾസ്, മജീഷ്യൻ, 9 ഓഫ് വാൻഡ്സ്, അവിടെ എന്ത് പറ്റി. 4 ഓഫ് സ്വാർഡ്സ്, അവിടെയും എന്ത് പറ്റി. ലവേഴ്സ് കാർഡ് വരണമല്ലോ, ലവേഴ്സ് വന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ലവേഴ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് പേജ് ഓഫ് കപ്സ്. ഞാൻ പരമാവധി കാർഡ്സ് എടുത്തു, സോ ദാറ്റ് പെട്ടെന്ന് റീഡ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എത്ര നല്ല തോട്ട്സാണ്. എനിക്ക് തോട്ട്സ് ഫീലിങ്സൊക്കെ എടുക്കാൻ ഇഷ്ടമാണ്, കാരണം ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വരിക.
എംപ്രസ് വെച്ചിട്ട് ഞാൻ പറയണോ, നിങ്ങൾ അവരുടെ ലൈഫിൽ എംപ്രസ് സാന്നിധ്യമാണ്. ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, അതിനോടൊപ്പം റെസ്പെക്റ്റുമാണ്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ കൊടുത്ത കെയർ, സ്നേഹം, കരുതൽ ഒന്നും ഇവർക്ക് മറ്റാരുടെ അടുത്തൊന്നും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഇവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവും, അപ്രിസിയേഷൻ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഓരോ കാര്യവും അവരുടെ ശ്രദ്ധിച്ച് അത്രയും അവർക്ക് കെയർ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ്. അവരതിനെ പറ്റിയൊക്കെ ആലോചിക്കുമായിരുന്നു. നിങ്ങൾ അവരോട് സംസാരിച്ചത്, അവരെ ടേക്ക് കെയർ ചെയ്തത് ഒക്കെ ഇവർ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിൽ ഈ സമയം വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം അവർ പക്ഷേ സ്ട്രഗിൾ ചെയ്ത് നിന്ന സമയത്തൊക്കെ നിങ്ങൾ സഹായിച്ചൊക്കെ കാണണം. അതെല്ലാം അവർ ഓർക്കുന്നുണ്ട്. അവർ തളർന്നിരുന്ന സമയത്ത് നിങ്ങളൊരു താങ്ങായിട്ട് അവർക്ക് കൂടെ നിന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും അവർ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം, ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാം ഈ പറയുന്ന എല്ലാം എല്ലാ പേർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അവരവർക്ക് എങ്ങനെ റെസനേറ്റ് ആവുന്ന അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. അവരവരുടെ ജീവിതത്തിൻ്റെ സിനാറിയോ വേറെ വേറെ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, പേഴ്സണൽ റീഡിംഗ് എടുത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജനറൽ റീഡിങ്ങിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ. ഓക്കെ, അത് ഓർക്കുക എപ്പോഴും കേട്ടോ. ദ വേൾഡ് വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വെള്ളം ഒരുപാട് ഉള്ള ഒരു സ്ഥലത്ത്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കേട്ടോ, വെള്ളം ഒരുപാടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരാളാണ്. അവർ ഹൈലി ഇമോഷണലായിട്ട് നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഡിസ്റ്റൻസ്, ഇടയിലുള്ള ദൂരം അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അവരതിനെപ്പറ്റി ആലോചിക്കുന്നതായിട്ടും കാണുന്നു. കാരണം നിങ്ങളെ വിചാരിക്കുന്ന സമയത്തൊക്കെ കാണാൻ ഇവർക്ക് സാധിക്കാറില്ല. ഒരുപാട് സ്നേഹമുണ്ട്, വിചാരിച്ച അവിടെ ഓടി എത്താൻ സാധിക്കുന്നില്ല. ട്രാവൽ ചെയ്ത് മാത്രമേ, യാത്ര ചെയ്ത് മാത്രമേ ഇവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളോ ഇവരോ യാത്ര ചെയ്യണം, എന്നാൽ മാത്രമേ ഇവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ആ ഒരു ഡിസ്റ്റൻസ് ഇവർ ബോദർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പ്രതി അട്രാക്റ്റഡുമാണ്. രണ്ടിൻ്റെ വ്യത്യാസം അറിയാമല്ലോ, സ്നേഹവും അട്രാക്ഷനും. സ്നേഹമുള്ള അവിടെ അട്രാക്ഷനും ഉണ്ടായിരിക്കും കേട്ടോ. അത് നാച്ചുറലി വരുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡുമാണ് അവർ. ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? പരസ്പര അട്രാക്ഷനും വേണം അല്ലേ? ലവ് മാത്രം പോരാ, അവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും കൂടി വേണം, എന്നെങ്കിൽ ഒരു മാരീഡ് ലൈഫൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കുടുംബം ആഗ്രഹിക്കുന്ന അവിടെ തീർച്ചയായും അവിടെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ പ്രതി റെസ്പെക്റ്റും ഉണ്ട് കേട്ടോ, അതും പറയണമല്ലോ. കാരണം നിങ്ങൾ ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളാണെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ ഇവർക്ക് വളരെ റെസ്പെക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഇവർ ആലോചിക്കും. നിങ്ങൾ ഭയങ്കര എഫിഷ്യൻ്റാണ്, നിങ്ങൾ എന്ത് കാര്യം ഏൽപ്പിച്ചാലും നിങ്ങളത് ചെയ്ത് കാണിക്കും എന്നൊക്കെയും കൂടി അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വളരെ കഴിവുള്ള ഒരാളായിരിക്കണം, അതിനെ ഇവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ 2 ഓഫ് കപ്സ് വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ ഇന്നത്തെ ദിവസം കാണാൻ സാധ്യത, ഇന്നല്ലെങ്കിൽ നാളെ 2 ഡേയ്സ് ഉണ്ടാക്കും, കാണാൻ സാധ്യതയുണ്ട്. കാണണം എന്നിവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. തമ്മിൽ കാണുമ്പോൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ അവരുടെ സ്നേഹം അറിയിക്കണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്കും അവരോട് അത്രയും തന്നെ സ്നേഹം, അട്രാക്ഷൻ ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ ഇവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുപോലെ കാണുന്നുണ്ട്. ഹൈലി ഇമോഷണൽ ആയിട്ടാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇമോഷൻസിൽ എന്തൊക്കെ വരാം? സ്നേഹം, സങ്കടം, സന്തോഷം എല്ലാം വരാം. എക്സൈറ്റ്മെൻറ്റ് എല്ലാം നമ്മുടെ ഇമോഷൻസാണ് അല്ലേ? അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടും, കാരണം കാണാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അവിടെ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഹാപ്പി ആയിട്ട്, അതേസമയം സങ്കടമുണ്ട്. കാരണം ചിലർക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ്. ആ എല്ലാ ഇമോഷൻസും അവിടെ അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എത്ര നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത് അല്ലേ? പേജ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്, നിങ്ങൾക്ക് തീരെ
പരസ്പരം കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നതിനെ പറ്റി വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ അയച്ച മെസ്സേജസ് കാര്യങ്ങളെല്ലാം ഇവരെടുത്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ കൈവശം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചതും എല്ലാം ഇവർ വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. പേജ് വെച്ചിട്ട് ഒരു കോൾ മെസ്സേജൊക്കെ നിങ്ങൾക്ക് വരാനുള്ള വളരെ ഹൈ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങളെ സംരക്ഷിക്കണം, നിങ്ങൾക്ക് ഒരു കുടുംബം പ്രദാനം ചെയ്യണം, അവിടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തന്ന് അങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ്. അങ്ങനെ തിരിച്ചും നിങ്ങളും അവരെപ്പറ്റി ചിന്തിക്കുന്നു, അവരും നിങ്ങളെപ്പറ്റി ചിന്തിക്കും. തുടർച്ചയായിട്ട് ഈ ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇദ്ദേഹം അവരെന്നൊക്കെ പറയുന്ന അവിടെ ജെൻഡർ എടുക്കാതെ എനർജി മാത്രം എടുക്കുക. പിക്ചർ ആണിൻ്റെ ആയതുകൊണ്ട് ഇദ്ദേഹം എന്ന് വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ലേഡിയുടെ പിക്ചറാണ് അറിയാതെ അവരൊന്നും പറയും, അത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ പറയുന്നതാണ്. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഇല്ല, അവിടെ ഒരു മനുഷ്യൻ എന്നുള്ളതേ ഉള്ളൂ. ആ എനർജിയിൽ എടുക്കുക. അപ്പോൾ അങ്ങനെ ഇവർ നിങ്ങളെ തുടർച്ചയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു ഡോക്ടറോ ഹീലറോ ഒരു എന്താ പറയുക പ്രീസ്റ്റ്, സ്പിരിച്വൽ ആയിട്ടുള്ള ആൾ, അങ്ങനെയൊക്കെ റേക്കി അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളായിരിക്കാം. ലാബ് മെഡിക്കൽ റിലേറ്റഡ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ഒരാളായിരിക്കാം, റിസർച്ച് ചെയ്യുന്ന ഒരാളായിരിക്കാം. അങ്ങനെ അതൊരു ക്ലൂ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അദ്ദേഹം അതിൽ ഉൾപ്പെടാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അതേപോലെ ചിലർ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ട് ഒരു റെസ്ട്രിക്ഷൻ അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണം, എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് ക്ലാരിഫൈ. 9 of Wands എന്താണ് അവിടെ അവരുടെ റെസ്ട്രിക്ഷൻ ഡിവൈൻ? അവരുടെ റെസ്ട്രിക്ഷൻ അവിടെ എന്താണെന്ന് പറഞ്ഞു തരും. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഒരു റെസ്ട്രിക്ഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലാണ്, എല്ലാമാണ്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. കാരണം ഇപ്പുറത്തുള്ള ലവേഴ്സിൻ്റെ കാർഡാണ്. അതിൻ്റെ മുകളിൽ ഇമോഷനും അതിൻ്റെ മുകളിൽ ഇംപ്രസുമാണ് അല്ലേ. അപ്പം ഞാനിത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാ അറിയാം, നിങ്ങളിൽ പലരും ടാരോ പഠിക്കുന്നുണ്ടാവും. അവർക്ക് ഇത് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇദ്ദേഹം പകച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കാരണം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണമെന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അവിടെ ഒന്ന് പകച്ച് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ വല്ലാതെ ബോദർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് തന്നെ ഇവർ ചിന്തിക്കുകയാണ്, എങ്ങനെ ഇത് സോൾവ് ചെയ്യും, എങ്ങനെ ഇതിൽ മുന്നോട്ട് പോകും, ഭാവിയിലേക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഇദ്ദേഹം ഇരുന്ന് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കമില്ലായ്മയുണ്ട്, സ്ട്രെസ് ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്. ഓക്കെ, രാത്രികളിൽ ഉറക്കമില്ലാതെയാണ് ഇവർ ഇരുന്ന് ചിന്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ലവേഴ്സ് ഒരുപാട് പാഷനോടും സ്നേഹത്തോടും എന്താ പറയുക ഡീപ്പ് ലവ് എന്ന് പറയില്ലേ, അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ ഇവർ വളരെ തീവ്രമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്ക് അറിയാം പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പലരും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഒരു സങ്കടത്തിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് തന്നെ ഇവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് കാണണം, ഫൈനാൻഷ്യൽ ആയിട്ടായാലും എന്താ പറയുക ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറയില്ലേ, അതുപോലെ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഉറച്ച സമീപമായിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ ഹെൽപ്പൊക്കെ നിങ്ങൾ ചെയ്ത് കാണണം. അതെല്ലാം ഇവർ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പേജ് ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നത്. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട്, മെസ്സേജസ് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ചിലർക്ക് കോള് വരാൻ സാഹചര്യമുണ്ട്. ഇവർ നിങ്ങളുടെ ഓൺലൈൻ ആക്ടിവിറ്റി വളരെയധികം നോക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പലർക്കും നേരിട്ട് വന്ന് കാണാനും സാധ്യതയുണ്ട് കേട്ടോ. ആ കാർഡ് ഇന്ന് രാവിലെ ഞാൻ ഷോർട്സ് എടുത്തതിലും പേജസിൻ്റെ കാർഡ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ, ഗിവ് മീ സം മോർ കാർഡ്സ്. കുറച്ച് കാർഡ്സ് കൂടി തരും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ് അവരെ പറ്റിയിട്ട് എന്താണെന്നുള്ളത്.
എത്ര നല്ല കാർഡ്സാണ് അല്ലേ. 8 ഓഫ് വോൺസ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോള് മെസ്സേജ് വന്നിരിക്കും, ഉറപ്പാണ്. ഓക്കെ, give me some more cards, Divine. Please give me some more cards. Give me some more cards. ചിലർക്ക് അവരുടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ടും അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനോടൊപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അവർ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള അവിടെ ചിന്തകൾ വരും നമുക്ക്. അവിടെ കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു പ്രോബ്ലം എന്താണ്? ചിന്തകളിൽ മാത്രമേ എന്താണ് സ്നേഹം ഉള്ളൂ. അവിടെ പ്രവൃത്തി കുറച്ച് സ്ലോ ഡൗൺ ആവുന്ന ഒരാളാണ് കിങ് ഓഫ് കപ്സ് കേട്ടോ. ഇവർക്ക് ഒരു ഈ റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവരൊന്ന് സ്ലോ ഡൗൺ ആവുന്നതായിട്ടും കാണുന്നുണ്ട് പലരുടെയും കാര്യത്തിൽ. അത് ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ വന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് സ്ലോയിങ് ഡൗൺ എനർജിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് വന്ന കാർഡ് ഏതാണ്? 3 ഓഫ് വോൺസ് ആണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവരുടെ സ്പീഡ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാവർക്കും ഉള്ളതല്ല, ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ സിറ്റുവേഷൻ വരുന്നത്. അതിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർക്കായിരിക്കും കേട്ടോ. ഇത്രയും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവിടെ ഇതിൽ എത്ര പേരുടെ എനർജി ഇതിൽ കണക്ട് ആയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഓക്കെ, ടെമ്പറൻസ്. ഇവർ ഒരു ഹീലിങ്ങിൽ കൂടെ കടന്നു പോകണം, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്, ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പള്ളി, അമ്പലം, അതേപോലെ ഒരു റിലീജിയസ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് പരസ്പരം പരിചയപ്പെട്ടവരായിരിക്കാം. ഒരു ഹീലിങ്ങിനൊക്കെ പോയപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതായിരിക്കാം. അതേപോലെ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കൂട്ടപ്രാർത്ഥന അങ്ങനെയൊക്കെ, അങ്ങനെ ഒരു എനർജി അവിടെ കാണുന്നുണ്ട്. ഏഞ്ചൽ ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ളതായിട്ടും കാണുന്നു. ഓക്കെ, പിന്നെ അടുത്തത് ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. നിങ്ങൾ അവരെക്കാളും ഒരുപടി മുകളിലാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളെ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് ഇവർ കാണുന്നത്. ഓക്കെ, നിങ്ങളെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളിൽ നിന്ന് ഇവർ ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൈപ്പറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ, ആ സഹായത്തിനെ കുറിച്ചൊക്കെ അവർ വളരെ സ്നേഹത്തോടെ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. തേർഡ് പാർട്ടികളിൽ അവിടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നോർമലി തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിനെക്കുറിച്ചും അവർ ബോധറേഷനോട് കൂടി ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ടും ഇൻസെക്യൂറായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം, എന്നിട്ട് നിർത്താം കേട്ടോ. ലാസ്റ്റ് കാർഡ് ഞാൻ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. ലാസ്റ്റ് കാർഡ് തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകളിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റിയിട്ട് ഒരു നല്ല കാർഡ് തരൂ പ്ലീസ്. പേജ് ഓഫ് സോട്ട്സ് അഗെയിൻ മെസ്സേജ്, കോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓവർ തിങ്കിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവരുടെ മനസ്സ് ആകെ ഒരു എന്താ പറയുക, ചിന്തകൾ കൊണ്ടിങ്ങനെ മൂടപ്പെട്ട് ഇരിക്കുന്ന പോലെയാണ് കാണുന്നത്. നിങ്ങളിൽ പലരും സ്റ്റുഡൻസും ഇൻവോൾവ് ആണ് ഇതിൽ. ലോങ് ഡിസ്റ്റൻസും ആണ് നിങ്ങളിൽ പലരും കേട്ടോ. അവിടെ ഇവർ റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പാരൻറ്റിന് ഡിപ്പെൻഡൻ്റ് ആണ്. ഇവർ സമ്പാദിച്ചു തുടങ്ങിയിട്ടില്ല. സ്റ്റുഡൻസ് ആണെങ്കിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. സ്വയം സമ്പാദിച്ച് തുടങ്ങിയിട്ടില്ല. അവിടെ പാരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ആ ചിന്തകളാണ്. അവിടെ ഒരു ഇൻഡിപെൻഡൻസ് വന്നാൽ മാത്രമേ, സ്വയം സമ്പാദിച്ചൊക്കെ തുടങ്ങിയാൽ മാത്രമേ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കുടുംബത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ ജോലിയൊക്കെ ആയിട്ട് വരും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ ഇല്ലേ എന്നൊക്കെ ഇവർ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 4 ഓഫ് കപ്സ് മിസ്സിങ് എനർജി. ഇത് ബോട്ടം ഓഫ് ദി ഡെക്കായിരുന്നു, അപ്പോൾ അത് എടുക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 4 ഓഫ് കപ്സ് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നും അവർ, മിസ്സിങ് എനർജി വരുന്ന അവിടെയാണ് ഈ ചിന്തകൾ വരുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ കാണാൻ പോകുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇവർക്ക് നിങ്ങളെ കണ്ടേ തീരൂ, സംസാരിച്ചേ തീരൂ എന്നുള്ളൊരു എനർജി തന്നെയാണ് അവിടെ ഇന്ന് കാണുന്നത്. അല്ലെങ്കിലും ഇവരുടെ തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ നോക്കുമ്പോൾ ഫ്ലെയിം കൂടി 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 വരുന്നുണ്ടോ? നേരത്തെ ഇത്ര ഉണ്ടായിരുന്നോ ഫ്ലെയിം? ഞാൻ പറഞ്ഞില്ലേ, അവരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കണക്റ്റ് ആവാറുണ്ട് ഈ തോട്ട്സ് ഇതൊക്കെ വരുന്ന സമയത്ത്. വളരെ പോസിറ്റിവിറ്റി എന്ന് എനിക്കവിടെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. അതേപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുക കേട്ടോ. വേറെ എന്താണ്? അപ്പോൾ ഹാപ്പി ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഹീലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക. ഞാനത് എന്നും പറയാറുണ്ട്, ഹീലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ ഹീലിംഗ് റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എൻ്റെ വീഡിയോസ് അല്ല, ഞാൻ ഓഡിയോ റിലേറ്റഡ് ആയിട്ട് ഞാൻ അയച്ചുതരാം. നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യണമെങ്കിൽ അത് ഓൺ ചെയ്തിട്ടിട്ട് അറ്റ്ലീസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരുടെ വീഡിയോ ആണ്, ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ്. എന്നാലും കുഴപ്പമില്ല, കാരണം നമുക്ക് നമ്മുടെ കാര്യം നടക്കണം അല്ലേ. പലർക്കും മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ പറയണ്ടായിരുന്നു. ഓക്കെ, ആ വീഡിയോസ് ഇടുമ്പോൾ അത് കാണാനുള്ള ക്ഷമയും നിങ്ങൾക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ലൈവ് ഈ ആഴ്ച സൺഡേ കഴിഞ്ഞിട്ട് ഈ ആഴ്ച ഞാൻ തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. 2 ലൈവും നമുക്ക് ചെയ്യാം, മെമ്പേഴ്സ് ലൈവും ചെയ്യാം, സബ്സ്ക്രൈബേഴ്സ് ലൈവും ചെയ്യാം. ഓക്കെ, അതുവരെ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ്. ബൈ.